വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. രാവിലെ തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. പിന്നെ മട്ടൻ്റെ ലിവർ ഉണ്ടായിരുന്നു, അതുകൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി വരണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 5 മിനിറ്റ്സ് കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ, അതിന് വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ചായയൊക്കെ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഇന്ന് രാവിലെ എൻ്റെ കൂടെ എഴുന്നേറ്റത് അക്കുവാണ്. അപ്പോൾ അക്കുവിന് വിശക്കുന്നതെന്ന് പറഞ്ഞത് കാരണം അക്കുവിന് 2 ചപ്പാത്തി എടുത്ത് ബട്ടർ ചിക്കനും കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോയി കൊടുക്കുവാണ്. വേറെ ആരും എഴുന്നേറ്റിട്ടില്ല, അക്കു മാത്രമേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അക്കുട്ടനോട് ഞാൻ പറഞ്ഞു ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ട് വാന്ന് പറഞ്ഞത് കാരണം പിന്നെ ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ ബാലൻസ് എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും പിന്നെ കഴിച്ചിട്ട് അക്കും അമ്മും കൂടാണ് ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. അപ്പോൾ അവർ ഷെയറോട്ടെ കയറിയാണ് പോകുന്നത് രണ്ടുപേരുടെ. ഇക്കായും കിച്ചും കൂടെ വേറൊരു സ്ഥലം വരെ പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് വേറൊരു സ്ഥലം വരെ പോവുകയാണ്. പിന്നെ രാവിലെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പാർലറിൽ വന്നിട്ടുണ്ടായിരുന്നു. പിരിയൊക്കെ ത്രെഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ പിരിയൊക്കെ ത്രെഡ് ചെയ്തിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് വഴിയിലിട്ടിങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അമ്മൂനെയും റെസ്റ്റോറൻറ്റിൽ പോയി വിളിച്ചുകൊണ്ടാണ് പിന്നെ അമ്മൂൻ്റെ സ്കൂളിലോട്ട് പോവുകയാണ്. അവിടുന്ന് കുറച്ച് ബുക്സ് കൂടെ കിട്ടാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മൂനെയും വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി ബുക്സൊക്കെ വാങ്ങിച്ച് ഞാനും അമ്മും കൂടെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ വന്നു അമ്മൂനെ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവിട്ട് അവിടുന്ന് പിന്നെ അക്കുനെയും വിളിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അമ്മൂനെ തിരിച്ച് കൊണ്ടുവിട്ട് രണ്ടുപേരും വഴക്ക് വിടണ്ടാന്ന് വിചാരിച്ച് രണ്ടുപേരെയും 2 സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അക്കുനെയും കൊണ്ട് ഇനി വൈകുന്നേരം വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ കഥക് തേടി തുറന്നപ്പോൾ ജൂലി ഇവിടെ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തെ ലഞ്ചൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് വന്ന് പെട്ടെന്ന് അരി കഴുകി ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ ഫിഷൊക്കെ മസാല പുരട്ടി വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്യാൻ ഇട്ടു. അങ്ങനെ പിന്നെ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്, നല്ല ഇല മുളകിട്ടതാണ്. അതുപോലെ തന്നെ ചോറുണ്ട്. പിന്നെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൈരും മാങ്ങായും കൂടെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ കുറച്ച് അച്ചാറുണ്ട്, വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാന്താരിയൊക്കെ ഉള്ള അച്ചാർ. അപ്പോൾ ഇത് ഞാനും അക്കും കൂടാണ് കഴിക്കാൻ പോകുന്നത്. അമ്മൂനെ ഞാൻ തിരിച്ചു കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രണ്ടുപേർക്കും പരാതി വേണ്ടാന്ന് വിചാരിച്ച് രണ്ടുപേരും 2 സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേബിളിൻ്റെ പുറത്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും അക്കും കൂടെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനും അക്കും കഴിച്ചിട്ട് ഞങ്ങൾക്കിനി വൈകുന്നേരം വേറൊരു സ്ഥലം വരെ പോകണം. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പെട്ടെന്നെല്ലാം കഴിച്ച് റെഡി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചപ്പം എൻ്റെ കൂടെ പിങ്കിമോളും കയറി വന്ന് കിടക്കുകയാണ് കേട്ടോ. അത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരുങ്ങി റെഡിയായി ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. ഞാനും അക്കു വഴിക്ക് വെച്ച് ഇങ്ങനെ പോകുന്ന വഴിക്ക് 2 പേരെ കണ്ടു കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഇവർ. അപ്പോൾ അവനാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് 2 ഫിഗറൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നത് എവിടെയാണെന്നറിയാം, നമ്മുടെ ടാക്സിക്കാർ ഒന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആർക്കും ഒന്നും പറ്റിയില്ല, പക്ഷേ അത് നമ്മളെടുത്ത് അത് കയറ്റി വിടാൻ വേണ്ടി വന്നതാണ്. എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു പട്ടിയെല്ലാം കൂടെ ഓടി വന്ന് കുരയ്ക്കുന്ന കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ആർക്കും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അത് തന്നെ അൽഹംദുലില്ലാ. അങ്ങനെ ടാക്സി എല്ലാം കയറ്റി വിട്ടപ്പോഴേ അവിടെ കുറച്ച് ആമ്പലൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തേ. കാണാൻ പറ്റുന്നില്ല വീഡിയോയിൽ, അങ്ങ് അറ്റത്ത് നിൽക്കുകയാണ്. ഞാൻ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ എനിക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടിയുടെ അകത്തൊരു മുറുക്കിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചിട്ട് ഞാനും അക്കുവും ഇക്കായും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കാണ് വരുന്ന വഴിക്ക്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാൻ അവിടെ ചക്ക ഇട്ട് വിൽക്കുന്നതുണ്ട്. 100 രൂപ ഒരു കിറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല പഴുത്ത ചക്കയാണ്. അപ്പോൾ ഞാൻ അക്കുവിനോട് പറഞ്ഞു അക്കു 1 കിറ്റ് ചക്ക മേടിച്ചുകൊണ്ട് വന്നു പറഞ്ഞു. അങ്ങനെ അക്കു പോയി 1 കിറ്റ് ചക്ക മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഞാനും ഇക്കായും അക്കുവും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടായിരുന്നു. അതേസമയം നമ്മൾ ഫുൾ ചക്ക മേടിക്കുമ്പോൾ ഇത്രയും മധുരം ഇല്ല, ഒരു മധുരം ഇല്ലാത്തതാണ് തരുന്നത്. അങ്ങനെ പിന്നെ ബ്ലോക്കായിരുന്നു. ബ്ലോക്കിനകത്ത് കുറച്ച് നേരം ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും അക്കവും കൂടി ഇരുന്ന് ചക്കയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഇക്കയോട് പറഞ്ഞു നമുക്ക് വഴിയിൽ നിന്ന് ചായ മേടിച്ച് കുടിക്കാമെന്ന്. കാരണം എന്താണെന്നറിയാം, ഇവിടെ ഒരുപാട് പൊരിച്ച സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ബജ്ജിയും വടയും അതുപോലെ തന്നെ. അപ്പോൾ ഞാനൊരു പരിപ്പുവടയും ഒരു ഉള്ളിവടയും മേടിച്ചു. പക്ഷേ എനിക്ക് ഉള്ളിവട ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പിന്നെ അത് കളഞ്ഞു കുറച്ച് കഴിച്ചിട്ട്. പിന്നെ ഒരു ഗ്ലാസ് ചായ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ബോണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഉഴുന്നുവട ബോണ്ട. അങ്ങനെ അതും വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ വണ്ടി വിട്ട് പോവുകയാണ്. അപ്പോഴേക്കും അക്കൂട്ടൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി മക്ഡൊണാൾഡ്സിലോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. അവിടെ കയറി ഞാനും അക്കുവും കൂടെ കയറി ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി കയറി പോവുകയാണ്. ഇക്ക കാറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ കയറി പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്.
അങ്ങനെ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഞാനും അക്കും കൂടെ വെളിയിലോട്ട് പോയി ഇക്കാടെ കാറിലോട്ട് പോയി കൊടുക്കാമെന്ന് വിചാരിച്ച് കാറിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരു മക്കൾക്കൊരു സന്തോഷമല്ലേ, നമ്മളെല്ലാം വാങ്ങിച്ചു എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ വഴക്കുണ്ടാവും. ആരാന്നറിയാവോ, ഇവൻ പോയി കിച്ചുവിനോടും അമ്മൂനോടും പറയും. അപ്പോൾ അവർ പറയാം അവർക്ക് വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. അപ്പോൾ നല്ല രസമല്ലേ ഇത് കാണാൻ. അങ്ങനെ വീട്ടിൽ വന്ന് അക്കുട്ട ഗേറ്റൊക്കെ തുറക്കുകയാണ്. അപ്പോൾ തുറന്ന് ഓപ്പൺ ചെയ്ത് കയറണം. ഇക്ക ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഇക്ക അങ്ങ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയുടെ അകത്ത് തന്നെ ഞാൻ വെച്ചേക്കുമായിരുന്നു. നമ്മൾ രാവിലെ കുറച്ച് ബുക്സ് കൂടെ ഉണ്ടായിരുന്നു, വണ്ടിയുടെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബുക്സും കൂടെ പിന്നെ വണ്ടിയുടെ അകത്ത് നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ അക്കുട്ടൻ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കയറുകയാണ്. അങ്ങനെ കയറിയതിന് ശേഷം പിന്നെ രാത്രിയായി. പിന്നെ കുറച്ച് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇക്ക ഫുഡ് നമുക്ക് കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ആണ്, വലിയ ചിക്കൻ്റെ ഫ്രൈ ഉണ്ടല്ലോ, ചിക്കൻ പൊരിച്ചതെന്ന് പറയും. അൽഫാം അല്ല ഇത് കേട്ടോ, ചിക്കൻ പൊരിച്ചതാണ്. അങ്ങനെ ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. വാഴയിലാണെങ്കിൽ നല്ല പൊതിഞ്ഞ ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ തുറക്കുമ്പം ഒരു പ്രത്യേക സ്മെല്ലാണ്, നല്ല സ്മെല്ലുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പം നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് എടുത്തത്. അതിൻ്റെ കൂടെ ഒരു എഗ്ഗും ഉണ്ടായിരുന്നു, ബോയിൽഡ് എഗ്ഗ്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ കിഴിപ്പൊറോട്ട ആണ്. ഞാൻ കാണിച്ചു തരാം, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല 3 പൊറോട്ട ഇങ്ങനെ ലെയറായിട്ട് അടുക്കി വെച്ചിട്ട് അതിൻ്റെ 3 ലെയറിലും ചിക്കൻ ഒഴിച്ചിട്ട് പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും വരും അതിൻ്റെ കൂടെ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നല്ല എന്താ പറയുന്നത്, കുറേ ടൈം കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.